ഈ അപകടമുണ്ടായ സ്ഥലത്തിനോട് ചേർന്നുള്ള ഒരു വീട്ടിലാണ് നിൽക്കുന്നത്. വളരെ വലിയ അളവിലുള്ള കേടുപാടുകൾ സംഭവിച്ച ഒരു വീടാണ്. ആ വീട്ടിലെ ഗൃഹനാഥ ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട്. ചേച്ചി, എന്താ സംഭവിച്ചത്? രാവിലെ ഞാനിവിടെ ഇരുന്ന് പേപ്പർ വായിക്കണം, ഹസ്ബൻഡും ഇവിടെ അടുക്കളയിൽ എന്തോ കാര്യത്തിന് പോയിരിക്കണം. അപ്പോഴേ പെട്ടെന്നൊരു സൗണ്ട് കേട്ടെ. ഞങ്ങൾ രണ്ടുപേരും എന്ത് പറ്റിയെന്ന് അറിയില്ല. അറിയുമ്പോൾ പെട്ടെന്ന് ടപടപടപേന്ന് ഉറക്ക് കേട്ടതും ഇതെല്ലാം ചില്ലുകളൊക്കെ വീഴാൻ തുടങ്ങി. പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി വെളിയിലേക്ക് വന്നു. അപ്പൊ അപ്പുറത്തെ വീട്ടിലൊരു അമ്മ കിടന്ന് കരയുണ്ട്, മോളെ ഓടിവാ, ഞാൻ നിലത്ത് വീണു. അവിടെ അമ്മൂമ്മയും മോളും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങളും വേഗം ഇറങ്ങി. അവിടെ ചെല്ലാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ലേ, കുപ്പിച്ചില് കൂടെ വേഗം ചെന്ന് അമ്മൂമ്മയും കൂട്ടി അടുത്ത വീട്ടിൽ കൊണ്ടേയിരുത്തി. അപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ കയറി നോക്കിയപ്പം എല്ലാം പോയിരിക്കുക. ഈ കണ്ടോ, ഈ ഷോക്കേസിലെ ജനല് കബോർഡൊക്കെ പൂട്ടില്ല, അടച്ചിരുന്ന കബോർഡൊക്കെ തുറന്ന് മുകളിൽ ഇത് കണ്ടോ നിങ്ങള്, ഈ ഷോക്കേസൊക്കെ പോയി, ഗ്ലാസ് ഒക്കെ ചില്ലെല്ലാം അടിച്ചുപോയി. ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഈ റൂം കാണിച്ചു തരാം. നിഷാദ്, ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ സ്ഫോടനമുണ്ടായ കെട്ടിടം അല്ലെങ്കിൽ ആ പറമ്പിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തെ ഒരു വീടാണ്. ഈ വീടിന്റെ ഒരു അവസ്ഥ, ഒരു ജനൽ ചില്ല് പോലും പൊട്ടാത്തതില്ല എന്നുള്ള സാഹചര്യത്തിലേക്കായി. തുറന്നു പോയിട്ട് സാധനങ്ങളെല്ലാം താഴേക്ക് വീണു. ഇതെല്ലാം പോയി, കബോർഡ് പോയി, ഇതേ ആ വാതില്, ബാത്റൂമിന്റെ വാതില് പോയി. ഇതെല്ലാം ഇതേ ഗ്ലാസ് ഒക്കെ പൊട്ടിപ്പോയി. മോളിൽ പോയ ഭിത്തി വരെ പോയി. ഞങ്ങളെ ആസ്ബറ്റോസ് പറന്നുപോയി, വാട്ടർ ടാങ്ക് പൊട്ടിപ്പോയി, എല്ലാം നാശനഷ്ടമായി. ഇത് കണ്ടോ, ഇതെല്ലാം വീണിട്ട് വന്നേക്കുന്ന സംഭവമായി കാണുന്നത്. എല്ലാം നശിച്ചു. നിഷാദ്, നമുക്ക് ഈ ഇവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്ര വലിയ അപകടമാണ് ഉണ്ടായത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്ര വലിയ അപകടമാണ്, അതിൽ എത്രത്തോളം നാശനഷ്ടങ്ങൾ ഓരോ വീടുകൾക്കും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീടിന്റെ ഒരു ജനൽ ചില്ല് പോലും പൊട്ടാത്തതില്ല എന്നുള്ളൊരു സാഹചര്യമാണ്. അത്ര വലിയ അപകടമാണ് സംഭവിച്ചത്. അത്ര വലിയ തകരാറുകൾ ഓരോ വീടുകൾക്കും സംഭവിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ആ ഗൃഹനാഥ നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ ഏകദേശം രാവിലെ ഒരു 10:30 കൂടിയാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം സംഭവിക്കുന്നത്. ആ ഒരു അപകടത്തിന്റെ ശബ്ദം കേൾക്കുന്നത്. ഇവർ ശബ്ദം കേൾത്ത ഉടനെ തന്നെ ഒരു ഭൂമി കുലുക്കുന്നതിന് സമാനമായ രീതിയിലുള്ള അവസ്ഥയാണ് ഇവർക്ക് അനുഭവപ്പെട്ടത്. ഉടനെ തന്നെ ഇവർ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. അതുകൊണ്ട് ഒപ്പം തന്നെ ഈ വീടിന്റെ മേൽക്കൂര അത് പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. ഈ വീടിന്റെ 1ാം നിലയിലെ ഭിത്തി അടക്കം തകർന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഈ വീട്ടിലെ എല്ലാ ചില്ലുകളും തകർത്തിട്ടുണ്ട്. സമാനമായ രീതിയിലുള്ള അപകടത്തിലുള്ള തകരാറുകളാണ് ഈ പ്രദേശത്തെ 15ഓളം വീടുകൾക്ക് സംഭവിച്ചിരിക്കുന്നത്. 15ഓളം വീടുകളിൽ സമാന രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 2 വീടുകൾ ഈ പടക്ക നിർമ്മാണം ഉപയോഗിച്ച ഈ ഷെഡിനോടും ആ പറമ്പിനോടും ചേർന്ന് നിൽക്കുന്ന 2 വീടുകൾ അത് പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. ആ വീടുകൾ വാസയോഗ്യമല്ലാത്ത നിലയിൽ നശിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രദേശത്ത് ഇവിടെയുള്ള ഈ വെടിമരുന്നുകൾ സൂക്ഷിച്ചിരുന്ന ഒരു ഷെഡുണ്ടായിരുന്നു. ഈ ഷെഡിൽ നിന്ന് ഈ വെടിമരുന്നുകളും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഷെഡിന്റെ ഈ അപകടത്തിൽ തകർന്നു വീണ അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുന്ന പ്രവർത്തനമാണ് നടക്കുന്നത്. ഈ JCB ഉപയോഗിച്ച് ഈ പറമ്പിൽ നിന്ന് ഈ കേടുപാടുകൾ സംഭവിച്ച ഈ അവശിഷ്ടങ്ങൾ, കെട്ടിടാവശിഷ്ടങ്ങളെല്ലാം മാറ്റുകയാണ്. അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. JCB ഉപയോഗിച്ചാണ്, അതായത് ഇവിടെ നിന്ന് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് ഈ കെട്ടിട അവശിഷ്ടങ്ങളും ഒപ്പം തന്നെ ഈ വെടിമരുന്ന് മറ്റ് സാധനങ്ങളും വെടിക്കെട്ടിനായി ഉപയോഗിക്കുന്ന മറ്റ് സാധന സാമഗ്രികളും മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്ത് നിന്ന് പൂർണ്ണമായും മാധ്യമപ്രവർത്തകരെയും ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളുകളെയും എല്ലാം മാറ്റിയിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ ചുരുക്കം ചില ഉദ്യോഗസ്ഥരും സിവിൽ ഡിഫൻസ് ഫോഴ്സിലെ കുറച്ച് ഉദ്യോഗസ്ഥരും മാത്രമാണ് നിലവിൽ ഈ പ്രദേശത്തുള്ളത്. ആദ്യ പ്രധാന പരിഗണന ഈ പ്രദേശത്തെ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് എന്ന് നേരത്തെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മളോട് സംസാരിച്ചിരുന്നു. കാരണം വലിയ അളവിലുള്ള വെടിമരുന്ന് ശേഖരം ഉണ്ടായിരുന്നു, നിർമ്മാണ വസ്തുക്കൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഫോടനമുണ്ടായ സമയത്ത് ഈ നിർമ്മാണ വസ്തുക്കളും ഈ വെടിമരുന്നുകളും ഏതൊക്കെ ഭാഗത്തേക്ക് തെറിച്ചു പോയിട്ടുണ്ട്, ഇനിയൊരു സ്ഫോടനമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പൊട്ടിത്തെറിയോ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ഈ വെടിമരുന്നിന്റെ സാന്നിധ്യം ഈ പ്രദേശത്ത് നിന്ന് പൂർണ്ണമായും മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് കടക്കുന്നത് എന്ന് നേരത്തെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞു.
പറഞ്ഞിരുന്നു. അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ പ്രദേശം പൂർണ്ണമായും സീൽ ചെയ്തുകൊണ്ട് ഈ പ്രദേശത്ത് മണ്ണുമാന്തി യന്ത്രമടക്കം ഉപയോഗിച്ചുകൊണ്ട് കെട്ടിടാവശിഷ്ടങ്ങളും ഒപ്പം തന്നെ കെട്ടിടാവശിഷ്ടങ്ങളുടെ അകത്ത് ഉള്ള വെടിക്കെട്ടിന് ഉപയോഗിക്കുന്ന വെടിമരുന്നുകളും ഒപ്പം തന്നെ മറ്റ് സാധന സാമഗ്രികളും പൂർണ്ണമായും മാറ്റുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ അളവിലുള്ള വെടിക്കെട്ട് നടത്തുന്നതിന് വേണ്ടി ഉഗ്രസ്ഫോടനം നടക്കുന്ന തരത്തിലുള്ള വെടിമരുന്നുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വീണ്ടും ഈ ഒരു വെടിക്കെട്ടിന് വേണ്ടി കൂടുതൽ വെടിമരുന്നുകളും മറ്റ് വസ്തുക്കളും ഇവിടേക്ക് ഒരു വാഹനത്തിൽ എത്തിക്കുകയാണ് ഉണ്ടായത്. ആ വാഹനമാണ് പൊട്ടിത്തെറിച്ച് പൂർണ്ണമായും നശിച്ചു കിടക്കുന്നത്. ഒപ്പം തന്നെ ഈ വെടിമരുന്നുകൾ സൂക്ഷിച്ചിരുന്ന കെട്ടിടങ്ങളും പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. NSS കരയോഗത്തിൻ്റെതാണ് ഈ ഭൂമിയുള്ളത്. എല്ലാ വർഷവും ഉത്സവ സമയത്ത് വെടിമരുന്നുകൾ സൂക്ഷിക്കുന്നത് ഈ കെട്ടിടത്തിലാണ്. ഇന്ന് രാത്രിയാണ് ഈ വെടിക്കെട്ട് നടക്കേണ്ടത്. അത്തരത്തിൽ വെടിക്കെട്ട് നടത്തുന്നതിന് വേണ്ടി കൂടുതൽ വസ്തുക്കൾ വാഹനത്തിൽ ഇന്ന് ഇങ്ങോട്ട് എത്തിച്ചതാണ്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ദുരന്തം, ഒരു വലിയ അപകടം ഇവിടെ സംഭവിച്ചിരുന്നത്.